രാഷ്ട്രപതി ദ്രൗപദി മുർമു പമ്പയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കെട്ടുനിറച്ച് ഉടൻ സന്നിധാനത്തേക്ക് പോകും. പ്രത്യേക വാഹനത്തിലായിരിക്കും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് രാഷ്ട്രപതി പോവുക. രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട രാഷ്ട്രപതി പ്രമാടത്ത് ഹെലികോപ്റ്റർ ഇറങ്ങിയ ശേഷം വാഹനത്തിൽ പമ്പയിലേക്ക് പോയി അവിടെ നിന്ന് സന്നിധാനത്തേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. പമ്പയിൽ നിന്ന് കെട്ടുനിറച്ചു. ഇനി പ്രത്യേക വാഹനത്തിലായിരിക്കും രാഷ്ട്രപതി സന്നിധാനത്തേക്ക് പോവുക. സാധാരണ ഒരു ഭക്തൻ പോകുമ്പോൾ എങ്ങനെയാണ് ഇരുമുടിക്കെട്ട് നിറയ്ക്കുക? ഒന്നുകിൽ നമ്മൾ ഈ പമ്പയിലെത്തി ഇരുമുടിക്കെട്ട് നിറച്ചാണ് മലകയറ്റം. ആ രീതിയിൽ ഇരുമുടിക്കെട്ട് നിറയ്ക്കാനായി ഈ കെട്ടുനിറ സ്ഥലമുണ്ട് ദേവസ്വം ബോർഡിൻ്റെതായി. അവിടെ തന്നെയാണ് രാഷ്ട്രപതിയും ഒപ്പം ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ അകമ്പടിയായി വന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം ഒപ്പം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ആ കെട്ടുനിറ സ്ഥലത്ത് പ്രത്യേകമായ പരികർമ്മികൾ ചേർന്ന് കെട്ടുനിറച്ച് രാഷ്ട്രപതിക്ക് നൽകുകയാണ്. കറുപ്പണിഞ്ഞ് സാധാരണ ഒരു അയ്യപ്പ ഭക്ത പോകുന്ന പോലെ തന്നെയാണ് സന്നിധാനത്തേക്ക് ദർശനത്തിനായി ഇന്ത്യയുടെ പ്രഥമ പൗര എത്തിയിരിക്കുന്നത്, രാഷ്ട്രപതി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ കാണുന്ന പോലെ കെട്ടുനിറയൊക്കെ പൂർത്തിയാക്കി ഇനിയിപ്പോൾ പ്രത്യേക സുരക്ഷാ വാഹനത്തിലാണ് ഈ യാത്രയൊക്കെയും. അപ്പോൾ സമയക്രമം കൃത്യമായി തന്നെ പാലിക്കുന്നുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. സാധാരണ ഉള്ളതുപോലെയല്ല, തീർത്ഥാടകർക്കും നിയന്ത്രണം ഉള്ളതുകൊണ്ട് തന്നെ സുരക്ഷ ഉറപ്പാക്കി സ്വാമിയപ്പൻ റോഡ് വഴി 6 ഗുർഖ വാഹനങ്ങളിലും സന്നിധാനത്തേക്ക് പോകാൻ കഴിയും. അങ്ങനെ 11:50 സന്നിധാനത്ത് എത്തും. അവിടെ തന്ത്രി സ്വീകരിക്കും. അതിനുശേഷമാകും ഈ ഉച്ചപൂജ സമയത്ത് ദർശനം നടത്തുക. അതിനുശേഷമാകും പിന്നീട് ദേവസ്വം ബോർഡ് അടക്കം രാഷ്ട്രപതിക്കുള്ള ഈ സന്ദർശനത്തിന്റെ സ്നേഹം പങ്കിട്ടുകൊണ്ടുള്ള ഈ അയ്യപ്പ രൂപമടക്കം, അതായത് കുമ്പിളിന്റെ തടിയിൽ കൊത്തിയെടുത്ത അയ്യപ്പ രൂപമായിരിക്കും ദേവസ്വം ബോർഡ് നൽകുക. എന്തായാലും കൊടിമര ചുവട്ടിൽ വെച്ച് 18-ാം പടി കയറി എത്തുന്ന രാഷ്ട്രപതിക്ക് പൂർണ്ണ കുംഭം നൽകിയാണ് കണ്ഠര് മഹേശ്വര് മോഹനർ സ്വീകരിക്കുക.